ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയ പാലാണ്. അത് നന്നായിട്ട് തിളപ്പിച്ച് സിമ്മിലിട്ട് തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇതേമാതിരിക്ക് മഞ്ഞ പാട കിട്ടും കേട്ടോ. നല്ല പാൽ, പശുവിൻ്റെ പാലായതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. സൊസൈറ്റി പാൽ പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ പശുക്കളുടെ പാലാണ്. പിന്നെ അത് കളക്ട് ചെയ്ത് നമ്മളിപ്പോൾ 2 മാസത്തോളം കളക്ട് ചെയ്ത് വെച്ചാൽ പാലിൻ്റെ പാടയാണ് കേട്ടോ. അത് നേരെ നമ്മൾ എടുത്തിട്ട് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കുക ചെയ്യുക. തണുത്തിരിക്കുക കേട്ടോ. തണുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് അടിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ വെണ്ണ പൊന്തി വരും കേട്ടോ. നല്ല തണുപ്പിലായതുകൊണ്ട് വേഗം ആ തണുപ്പോടൊക്കെ അടിക്കൊണ്ട് വേഗം നെയ്യ് വെണ്ണ പൊന്തി വരെ. ഇതാ നല്ല ഫ്രഷ് വെണ്ണ കേട്ടോ. ഈ വെണ്ണ കോരി നമ്മൾ കുറച്ച് നല്ല പച്ച വെള്ളത്തിലേക്ക് കേട്ടോ വെണ്ണ ഇട്ട് വയ്ക്കുന്നത്. അങ്ങനെ വെണ്ണ ഇത് കുറച്ച് ചെയ്യണം കേട്ടോ. 3, 4, 5, 6 പ്രാവശ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെണ്ണകൾ നിറഞ്ഞിട്ടോ. ഇനി ഈ വെണ്ണ നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല വൃത്തിയിൽ കഴുകണേ. ഇത് ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. എന്നാലാണ് നെയ്യ് ഒരുപാട് കാലം കേട് കൂടാതിരിക്കുള്ളൂ കേട്ടോ. നന്നായിട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കഴുകണം. അതായത് ഒരു വെള്ളം കളഞ്ഞു അടുത്തത് പുതിയ വെള്ളം എടുത്ത് പിന്നെയും കഴുകി അങ്ങനെ എടുക്കണം. അപ്പോഴാണ് നല്ല വെള്ള കളറാവണ വരെ, തെളിഞ്ഞ വെള്ളമാവണ വരെ നമ്മൾ കഴുകിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇനി ഇത് ചീഞ്ചട്ടിയിലേക്ക് നമ്മൾ വെണ്ണ കോരിയിട്ടു. ഇത് അടുപ്പത്ത് വെച്ചു തിളപ്പിക്കുകയാണ്. നന്നായിട്ട് അടുപ്പത്തിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം. വെണ്ണ ഉരുകി തുടങ്ങി കേട്ടോ. വെണ്ണ ഉരുകി അത് നന്നായിട്ട് വെണ്ണ ഉരുകി അതൊരു ബ്രൗൺ കളറ് വരെ എത്തണം കേട്ടോ. ബ്രൗൺ കളറാവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് അടി പിടിക്കരുത്. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ബ്രൗൺ കളറാകുമ്പോഴാണ് നമുക്ക് തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ. നല്ല സ്മെല്ലായിരിക്കും ഇത് അടുപ്പത്തിരുന്ന് തിളയ്ക്കുമ്പോൾ കേട്ടോ. നെയ്യിൻ്റെ മണം വരൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ അത് ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി നമ്മളത് അടിച്ചിട്ട് ബാക്കി നല്ല കുറുന്നനുള്ള ഭാഗം ഉണ്ടാവും പാലടിച്ച് കഴിഞ്ഞാൽ. അത് നമ്മൾ മോരിന് വേണ്ടി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മോരുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. ഇതാ ബ്രൗൺ കളർ ഈ കളറായിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞു. നമ്മളിതങ്ങനെ അരിപ്പ വെച്ച് അരിക്കുക കേട്ടോ. അതിലുള്ള അടിയിൽ കുറച്ച് പാലിൻ്റെ ഭാഗങ്ങൾ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് കേട്ടോ. നമ്മൾ വീട്ടിൽ പാല് വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ പാടെടുത്ത് വെച്ച ശുദ്ധമായിട്ടുള്ള നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ.